ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വേറൊരു കാര്യം, ദർ ഈസ് നോ പവർ ലോസ്. പവർ നഷ്ടമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ട്രാൻസ്ഫോർമറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത്. ട്രാൻസ്ഫോർമർ ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ വോൾട്ടേജ് ഓഫ് ആൻ AC. ശ്രദ്ധിക്കുക, AC-യിൽ മാത്രമേ ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ AC വോൾട്ടേജ് വേണം. അതുകൊണ്ട് transformer is a device for increasing or decreasing the voltage of an AC without any change in the electric power. ഇലക്ട്രിക് പവറിൽ മാറ്റം വരുത്താതെ വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. There are two types of transformers: step up transformer and step down transformer. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നാൽ അതിലുള്ള കോയിലുകൾ, അതായത് ഇവിടെ പ്രൈമറി കോയിൽ ഉണ്ടായിരിക്കും, അതുപോലെ ഇവിടെ സെക്കൻഡറി കോയിലുകളും ഉണ്ടായിരിക്കും. ഇതിൽ പ്രൈമറിയുടെ ഭാഗത്താണ് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്നത്, അല്ലേ? സപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. Voltage is applied here. Input voltage is given to primary and we get output voltage between these two ends. അല്ലേ? ഹിയർ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് സെക്കൻഡറി ആണ്. ഇവിടെ നമ്മൾ കൊടുത്ത വോൾട്ടേജിനെയാണ് പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ചുറ്റുകളുടെ എണ്ണം, എത്ര ടേൺസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചിത്രം വരച്ചതിൽ 2 ടേൺ ആണ് കാണിച്ചിട്ടുള്ളത്. അതിനെ നമ്പർ ഓഫ് ടേൺസ് N എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് Nന് താഴെ P എന്ന് കൊടുക്കും. അതായത് NP എന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് NP. അപ്പോൾ VP എന്താണ്? V എന്നത് വോൾട്ടേജ് ആണ്. P എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രൈമറിയെ സൂചിപ്പിക്കുന്നു. സോ VP റെപ്രസെൻറ്റ്സ് ദ വോൾട്ടേജ് അറ്റ് പ്രൈമറി. സെക്കൻഡറിയിൽ വോൾട്ടേജും കറൻറ്റും അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസും എല്ലാം VS, NS എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സെക്കൻഡറിയിലുള്ള കറൻ്റ് ആണെങ്കിലോ, സാധാരണ കറൻറ്റിനെ I എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ IS റെപ്രസെൻറ്റ്സ് കറൻറ്റ് ഇൻ സെക്കൻഡറി ആൻഡ് IP റെപ്രസെൻറ്റ്സ് കറൻറ്റ് ഇൻ പ്രൈമറി. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫോർമറിൽ പവർ ലോസ് ഇല്ല എന്നതാണ്, അല്ലേ? പവർ ലോസ് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ പവർ ആയിരിക്കും, പ്രൈമറിയിൽ നമ്മൾ എത്ര പവറാണോ കൊടുക്കുന്നത് അതേ പവർ തന്നെ ആയിരിക്കും നമുക്ക് സെക്കൻഡറിയിലും കിട്ടുന്നത്. അപ്പോൾ പവർ പ്രൈമറി പവർ ഇസ് ഈക്വൽ ടു സെക്കൻഡറി പവർ എന്ന് നമുക്ക് എഴുതാം. അതായത് VP ഇൻറ്റു V ഇൻറ്റു I അല്ലേ പവർ കാണാനുള്ള ഇക്വേഷൻസ് നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. അതിൽ വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണ് പവർ. അപ്പോൾ പ്രൈമറിയിലുള്ള പവർ എങ്ങനെയായിരിക്കും? പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറൻറ്റ് VP ഇൻറ്റു IP ഈസ് ഈക്വൽ ടു. ഇനി സെക്കൻഡറിയിലെ പവർ എങ്ങനെ കാണും? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറൻറ്റ്, അല്ലേ? VS ഇൻറ്റു IS. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് VS ബൈ VP എന്തായിരിക്കും? VS ഇവിടെ ഉണ്ട്, ഈ VPനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ VS ബൈ VP ഈ സൈഡിൽ വരും. ഇവിടെ IP ഓൾറെഡി ഉണ്ട്, ബൈ ഈ ISനെ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഡിവൈഡഡ് ബൈ IS ആവും. അതായത് VS ബൈ VP ഈസ് ഈക്വൽ ടു IP ബൈ IS എന്ന് ഇക്വേഷൻ കിട്ടും. ഇനി പ്രൈമറിയിലെ വോൾട്ടേജും പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ബന്ധം VP എന്ന് പറയുന്നത് അതിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ ആശ്രയിച്ചിരിക്കും. ഒരു ടേണിൽ അവൈലബിൾ ആയിട്ടുള്ള EMF E ആണെങ്കിൽ
വി പി എന്ന് പറയുന്നത് ആകെ എത്ര ടേൺസ് ഉണ്ടോ അത്രയും ടൈംസ് ഈ ഇ എം എഫ് ആയിരിക്കും. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് വി പി ഈസ് ഈക്വൽ ടു എൻ പി ഇൻറ്റു ഇ, വേർ ഇ ഈസ് ഇ എം എഫ് ഓഫ് 1 ടേൺ. ഒരു ചുറ്റിൻ്റെ ഇ എം എഫ് ആണ് ഇ. അങ്ങനെയാണെങ്കിൽ എൻ പി ടേൺസ് ആണ് ആകെ പ്രൈമറിയിലുള്ളത്. അതുകൊണ്ട് ആകെ എത്ര ആയിരിക്കും അവിടെ കിട്ടുന്ന വോൾട്ടേജ്? എൻ പി ഇൻറ്റു ഇ ആയിരിക്കും അല്ലേ. ഒരു പേനയുടെ വില 10 രൂപയാണെങ്കിൽ 100 പേനയുടെ വില കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? 100 ഇൻറ്റു 10 ചെയ്യില്ലേ? അതേപോലെ എൻ പി ടേൺസ് ആണ് അവിടെ ആകെ ഉള്ളത്. ഓരോ ടേണിലും ഈ വീതം ഇ എം എഫ് ഉണ്ട്. സോ വി പി ഈസ് ഈക്വൽ ടു എൻ പി ഇൻറ്റു ഇ ആണ്. ഇനി സെക്കൻഡറിയിലെ കാര്യം എങ്ങനെയാണ്? വി എസ് ഈസ് ഈക്വൽ ടു, സെക്കൻഡറിയിൽ ടേൺസ് എൻ എസ് ആണ്. ഓരോ ടേണിലും ഈ വീതം തന്നെയാണ് ഇ എം എഫ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി എസ് ഈസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു ഇ എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? ഈ ഇക്വേഷനും ഇതും കൂടി ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? വി പി ബൈ വി എസ് ഈസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്. ഈ രണ്ട് ഇയും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് നമുക്ക് വേറെ രീതിയിലും എഴുതാം. ഇതേ ഇക്വേഷൻ തന്നെ ഈ വി പി ബൈ വി എസിനെ നമുക്ക് വി എസ് ബൈ വി പി ആക്കി എഴുതുമ്പോൾ എൻ പി ബൈ എൻ എസിനെ എന്ത് ചെയ്യണം? തലതിരിച്ച് എഴുതണം. എൻ എസ് ബൈ എൻ പി. അതായത് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. വോൾട്ടേജുകളാണ് ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. വോൾട്ടേജ്, സെക്കൻഡറിയിലെ വോൾട്ടേജ്, പ്രൈമറിയിലെ വോൾട്ടേജ്, അവർ തമ്മിലുള്ള ബന്ധവും ചുറ്റുകൾ നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള ബന്ധവും കാണിക്കുന്ന ഇക്വേഷനാണിത്. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി. അതായത് വി എസ് ബൈ വി പി, രണ്ടും വികളാണ്. എസ് മുകളിൽ പി താഴെ അല്ലേ. സെക്കൻഡറിയും പ്രൈമറിയും തമ്മിലുള്ള റേഷ്യോ ആണത്, വോൾട്ടേജിൻ്റെ റേഷ്യോ. വി എസ് ബൈ വി പി എന്തിന് തുല്യമായിരിക്കും? എൻ എസ് ബൈ എൻ പിക്ക് ഈക്വൽ ആയിരിക്കും. ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായി നമുക്ക് ആവശ്യമുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പിയും അതുപോലെ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസും. ഇവിടെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ചുറ്റുകളുടെ എണ്ണവും വോൾട്ടതയുമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. അതേസമയം വോൾട്ടേജും കറൻറ്റുമാണ് തന്നിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനായ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന ഇക്വേഷനും ഉപയോഗിക്കാം. ഒരു പ്രോബ്ലം നമുക്ക് പരിശോധിക്കാം. നമ്പർ ഓഫ് ടേൺസ് എൻ പി ഈസ് ഈക്വൽ ടു 500. അതുപോലെ വോൾട്ടേജ് പ്രൈമറി വി പി ഈസ് ഈക്വൽ ടു 10 വോൾട്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് 2500. വി എസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വി എസ് എത്ര? ഈ തന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇത് ഏത് തരം ട്രാൻസ്ഫോർമറാണ് എന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെ ചുറ്റുകൾ 500 എണ്ണമാണ് തന്നിട്ടുള്ളത്. അതേസമയം സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് 2500 എണ്ണമുണ്ട്. അതായത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമാണ്. സെക്കൻഡറിയിലെ ചുറ്റുകളാണ് കൂടുതലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജും കൂടുതലായിരിക്കും. ടേൺസിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് വോൾട്ടേജ് കിട്ടുന്നത്. കുറഞ്ഞ എണ്ണം ടേൺസേ ഉള്ളൂ എങ്കിൽ അവിടെ വോൾട്ടേജ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ട്രാൻസ്ഫോർമർ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആണ് എന്ന കാര്യം നമുക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി എങ്ങനെ വി എസ് കണ്ടുപിടിക്കും? ആദ്യം നമ്മുടെ ഇക്വേഷൻ ഏതാണ്? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഒരിക്കൽ കൂടി ഇക്വേഷൻ എഴുതാം. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി.
ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാത്ത രീതിയിൽ എഴുതുകയാണ്. വി എസിനെ എൻ പി കൊണ്ട് ഗുണിക്കണം. വി എസ് ഇൻറ്റു എൻ പി. ഇനി നമ്മൾ ഈക്വൽ ടു സൈൻ ഇടുന്നു. ഇനി വി പി, ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ള വി പിയെ എൻ എസ് കൊണ്ട് ഗുണിക്കുന്നു. എൻ എസ് ആദ്യമേ അവിടെ ഉള്ളതായിരുന്നു, എൻ എസ്. ഇനി ഡിവൈഡഡ് ബൈ വി പി എന്തായി മാറും? ഇൻറ്റു വി പി. അതായത് ഓരോ ടേമിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കി എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ അവിടെ നിർത്തുക. അതായത് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വി എസിനെ സെലക്ട് ചെയ്ത് അവിടെ വെച്ചു. ഇനി നമുക്ക് വി എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ വി എസിൻ്റെ അടുത്തുള്ള ഇൻറ്റു എൻ പിയെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറ്റണം. വി എസ് ഈസ് ഈക്വൽ ടു എൻ എസ്. ഇനി എൻ എസിൻ്റെ നേരെ താഴെ തന്നെ നമുക്ക് ഈ ഇൻറ്റു എൻ പി അങ്ങോട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന ബൈ എൻ പി ഇൻറ്റു വി പി. ഇവിടെ എൻ എസും വി പിയും ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഇൻറ്റു എൻ പി ആണ് നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി എഴുതിയത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ മാത്രമേ വേണ്ടുള്ളൂ. വി എസ് ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇൻറ്റു വി പി. ഇങ്ങനെയാണ് നമുക്ക് നേരത്തെ ഇക്വേഷൻ കിട്ടിയത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ എസ് തന്നിട്ടുള്ളത് 2500 ഡിവൈഡഡ് ബൈ എൻ പി. എൻ പി എന്നത് 500 ആണ്, 500 ഇൻറ്റു വി പി. പ്രൈമറിയിലെ വോൾട്ടേജ് 10 വോൾട്ടാണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 2 സീറോസും താഴെയുള്ള 2 സീറോസും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 25/5 എത്രയാണ്? 5 ആണത് അല്ലേ? 5 ഇൻറ്റു 10 മീൻസ് 50 വോൾട്ട്. അപ്പോൾ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 50 വോൾട്ടാണ്. ഇത് എങ്ങനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യത്തിന് യോജിച്ച് തന്നെയാണോ എന്ന് പരിശോധിക്കാം. നമുക്കറിയാം ഈ ട്രാൻസ്ഫോർമർ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണ്. 10 വോൾട്ട് പ്രൈമറിയിൽ കൊടുത്തപ്പോൾ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുള്ളത് 50 വോൾട്ടാണ് അല്ലേ? 10 വോൾട്ടിനെ 50 വോൾട്ടാക്കി ഉയർത്തി. അതായത് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം, എൻ പി ആണ് കാണേണ്ടത്. എൻ പി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി വി പി 100 വോൾട്ടാണ്, എൻ എസ് 800 ടേൺസ് ആണ്. അതുപോലെ വി എസ് 25 വോൾട്ടാണ്. വി എസ് 25 വോൾട്ടാണ്. നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതാം. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി എസിനെ എൻ പി കൊണ്ട് ഗുണിക്കണം, വി പിയെ എൻ എസ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ വി എസ് ഇൻറ്റു എൻ പി ഈസ് ഈക്വൽ ടു, ഇനി ആ സൈഡിൽ ആദ്യമുള്ളത് എൻ എസ്, ഇനി ഈ ബൈ വി പി അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു വി പി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? എൻ പി ആണ്. അപ്പോൾ എൻ പിയെ മാത്രം ആ സൈഡിൽ നിർത്തണം. ഇൻറ്റു വി എസിനെ ഇക്വേഷൻ്റെ വലതുവശത്തേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ എൻ പി ഈസ് ഈക്വൽ ടു പി ബൈ വി എസ് ഇൻറ്റു എൻ എസ് എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ വി പി 100 വോൾട്ടാണ്, ബൈ വി എസ് 25 വോൾട്ടാണ്, ഇൻറ്റു എൻ എസ് 800 വോൾട്ടാണ്. ടേൺസ് ആണ്. അതായത് 100 ബൈ 25 മീൻസ് 4 ആണ്. 4 ഇൻറ്റു 8 32, അതായത്
3200 ടേൺസ് ആയിരിക്കും പ്രൈമറിയിലുള്ളത്. ഇത് നമുക്ക് തന്ന ഡാറ്റ വെച്ച് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. 100 വോൾട്ടിന് 25 വോൾട്ടാക്കി മാറ്റുകയാണ് ചെയ്തത് ട്രാൻസ്ഫോർമർ. അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിലെ ടേൺസ് 800 ആയതുകൊണ്ട് പ്രൈമറിയിലെ ടേൺസ് കൂടുതലുണ്ടായിരിക്കും. 3200 ഈസ് ദ ആൻസർ. അടുത്ത പ്രോബ്ലത്തിൽ NP 600, NS 1800, VS 120 വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VP ആണ്. VP കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ VS/VP ഈസ് ഈക്വൽ ടു NS/NP ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ VS ഇൻറ്റു NP ഈസ് ഈക്വൽ ടു NS ഇൻറ്റു VP. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VP ആണ്. VP ഈ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ VPയെ മാത്രം അവിടെ നിർത്തണം. ഈ ഇൻറ്റു NSനെ നമുക്ക് ഈ വശത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഒന്നുകൂടി എഴുതാം. VS ഇൻറ്റു NP ഈസ് ഈക്വൽ ടു VP ഇൻറ്റു NS. ഇതിൽ VPയെ നമ്മൾ അവിടെ തന്നെ നിർത്തുന്നു. ഇൻറ്റു NSനെ നമ്മൾ ഈ വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം VS ഇൻറ്റു NP അവിടെ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ ആദ്യം എഴുതി. ഇനി ഈ ഇൻറ്റു NS ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ NS ഈസ് ഈക്വൽ ടു VP. അതായത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. VS എത്രയാണ്? VS 120 ഇൻറ്റു NP 600 ഡിവൈഡഡ് ബൈ NS 1800 ഈസ് ഈക്വൽ ടു VP. അതായത് VP ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് തിരിച്ചെഴുതാം. VP ആദ്യം എഴുതിയിട്ട് സമം പിന്നീട് എഴുതാം. VP സമം ഈ 2 സീറോസ് ക്യാൻസൽ ചെയ്ത് പോയി 6/18 1/3 ആണ് വരുന്നത് അല്ലേ? 6×3 18. 120/3 എത്ര വരും? 120/3 മീൻസ് 40 വോൾട്ടാണ് ആൻസറായിട്ട് വരുന്നത്. അതായത് പ്രൈമറിയിൽ 40 വോൾട്ട് കൊടുത്തപ്പോൾ സെക്കൻഡറിയിൽ 120 വോൾട്ട് കിട്ടുന്നു. അങ്ങനെ പ്രൈമറിയിൽ 40 വോൾട്ട് ആയതുകൊണ്ടാണ് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവും അതുപോലെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലും. അതായത് ഇതൊരു എന്ത് തരം ട്രാൻസ്ഫോർമർ ആണെന്ന് പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആണിത്. അടുത്ത പ്രോബ്ലം NP ഈസ് ഈക്വൽ ടു 12,000. 12,000 ടേൺസ് പ്രൈമറിയിലുണ്ട്. പ്രൈമറിയിലെ വോൾട്ടേജ് 240 വോൾട്ടാണ്. സെക്കൻഡറിയിലെ ടേൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡറിയിലെ വോൾട്ടത 12 വോൾട്ടാണ്. പതിവ് പോലെ നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതാം. VS/VP ഈസ് ഈക്വൽ ടു NS/NP. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. VSനെ ഈ സൈഡിലേക്ക് എടുക്കുന്ന NP കൊണ്ട് ഗുണിക്കുന്നു. ഈസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു. NSനെ VP കൊണ്ട് ഗുണിക്കുന്നു ഇൻറ്റു VP. അതായത് VS ഇൻറ്റു NP ഈസ് ഈക്വൽ ടു NS ഇൻറ്റു VP. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് NS ആണ്. അപ്പോൾ NSനെ നമ്മൾ അതിനെ അവിടെ വട്ടമിട്ടു, അവിടെ നിർത്തി. ഈ ഇൻറ്റു VPയെ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഈ
ഭാഗത്ത് വലതുവശത്ത് എൻ എസ് മാത്രമായിട്ട് കിട്ടും. ഈ ഇടതുവശത്ത് എന്താണിപ്പോൾ വി എസ് ഇൻറ്റു എൻ പി എന്ന 2 ടേംസ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇൻറ്റു വി പിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ വി പി വരുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എസ് 12 വോൾട്ടാണ്, എൻ പി 12,000 വോൾട്ട് നമ്പർ ഓഫ് ടേൺസ് ആണ്, ബൈ വി പി 240 വോൾട്ടാണ്. അപ്പോൾ ഓരോ 0 ക്യാൻസൽ ചെയ്ത് പോയി. 12/24 1/2 ആണ് അല്ലേ. ഇനി 1200 ഡിവൈഡഡ് ബൈ 2, അതായത് ആൻസർ എന്ത് വരും? 600 ഈസ് ഈക്വൽ ടു എൻ എസ്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് 600. 600 ടേൺസ് ആയിരിക്കും സെക്കൻഡറിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമർ നമുക്ക് ഡിസൈൻ ചെയ്യാം. നമുക്ക് എത്ര വോൾട്ടാണ് കൊടുക്കേണ്ടത്, ആ വോൾട്ടേജ് കൊടുത്ത് നമുക്ക് സെക്കൻഡറിയിൽ എത്ര വോൾട്ടാണ് കിട്ടേണ്ടത്, അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിൽ നമ്മൾ ഇത്ര ടേൺസ് എടുത്താൽ എത്ര ടേൺസ് വേണ്ടി വരും സെക്കൻഡറിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം.